ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു ബനാന ഹൽവ ചെയ്ത് നോക്കാം. ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി. വീട്ടിലുള്ള ചേരുവകൾ വെച്ച് നമുക്കിത് പെട്ടെന്ന് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള 2 പഴം ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഇനി പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് കാഷ്നട്ട് ഇട്ട് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് റോസ്റ്റ് ചെയ്യാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹൽവയിൽ ഇടാവുന്നതാണ്. പക്ഷേ റോസ്റ്റ് ചെയ്തെടുക്കുമ്പം അതിന് വേറൊരു ടേസ്റ്റാണ്. ഈ സെയിം നെയ്യിലോട്ട് തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ പഴം ചേർത്ത് കൊടുക്കാം. ഇത് ഈ നെയ്യിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഇതുപോലെ ഒരു 5-6 മിനിറ്റെങ്കിലും നമ്മൾ ഈ നെയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഈ ടൈമിൽ ഒഴിച്ചു കൊടുക്കുവാണ്. ഇതുകൂടെ ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വരട്ടിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതൊന്ന് വരട്ടിയെടുക്കണം. ഇതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് മാറി എന്ന് തോന്നുമ്പോഴത്തേനും നമുക്കിത് ഇതുപോലെ ഒന്ന് ആയി വരുമ്പോഴത്തേനും നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ 1 കപ്പ് ശർക്കരയിൽ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് പാനിയാക്കി അരിച്ചെടുത്തിട്ടുണ്ട്. അതാണിപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇത്രയും മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ശർക്കരയുടെ അളവൊന്ന് കുറച്ചെടുത്താൽ മതി. ഇതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട് കുറച്ച് ഇട്ട് കൊടുക്കുവാണേ. അതുകൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ വരട്ടിയെടുക്കണം. നമ്മൾ ചേർത്തേക്കുന്ന ആ ശർക്കരയിൽ ചേർത്തേക്കുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നിടം വരെ നമ്മളിതൊന്ന് വരട്ടണം. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഈ ഹൽവ റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ കുറേ ശർക്കരയും കുറേ പഴമൊക്കെ ചേർത്ത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടൈം ആകും കേട്ടോ. അത് ഈ ലെവലിൽ വരുമ്പോൾ നമുക്ക് പാൻ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ സെറ്റ് ചെയ്യാനുള്ള ട്രേയിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന വെളുത്ത എള്ളും പിന്നെ കാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കുവാണേ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ബനാനയുടെ ഹൽവ നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു 1 to 2 hours ഇതൊന്ന് തണുക്കാനൊക്കെ ആയിട്ട് വെക്കാം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനാണെന്നുണ്ടെങ്കിൽ മുറിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മുറിഞ്ഞ് കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. കാരണം ഇതിൻ്റെ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് കോൺഫ്ലവർ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് മുറിച്ചെടുക്കുമ്പോൾ കുറച്ച് സ്റ്റിക്കി ആയി വരാതിരിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് മുറിച്ചെടുത്താൽ മതി കേട്ടോ. ഇത് അടിപൊളിയാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.